الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. സത്താവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകണം. പ്രിയ സഹോദരങ്ങളെ, എല്ലാ മനുഷ്യരും ഒരുപോലെ, നമ്മളും മറ്റുള്ളവരും, ആണും പെണ്ണും, വിശ്വാസിയും അവിശ്വാസിയും ഒരുപോലെ സമ്മതിച്ച് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സമയം പെട്ടെന്ന് പോകുന്നു. ഈ സ്റ്റേറ്റ്മെന്റിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആരുമില്ല. സമയം കഴിഞ്ഞു പോകും. നേരം പുലർന്ന് ഒരു കാലി ചായ കുടിച്ച് പത്രമൊന്ന് നോക്കി അങ്ങനെയൊക്കെ ഒന്ന് ആയപ്പോഴേക്കും ഉച്ച. പെട്ടെന്ന് ഉച്ച തിരിഞ്ഞു, രാത്രിയായി. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പൊതുവെ മനുഷ്യരൊക്കെയും ഒരുപോലെ സംബന്ധിച്ച് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും. ആ കാലം വന്നാൽ തഖാറബസ്സമാൻ, അടുക്കും, കാലങ്ങളുടെ അടുക്കും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഒരു കൊല്ലം ഒരു മാസത്തെ പോലെ തോന്നും. മനുഷ്യനെ അനുഭവിക്കുന്നതാ. ഒരു മാസം ഒരാഴ്ച പോലെ വേഗം പോയ പോലെ തോന്നും. ഒരാഴ്ച ഒരു ദിവസത്തിന്റെ ദൈർഘ്യമേ അനുഭവപ്പെടുകയുള്ളൂ. ഒരു ദിവസം ഒരു നാഴിക നേരെ മാത്രമായി തോന്നും. ഒരു നാഴിക ഒരു ഈത്തപ്പന മട്ടൽ കത്തിത്തീരാൻ വേണ്ടുന്ന സമയം. ഒരു ഈത്തപ്പന, നമ്മുടെ ഒരു ഓല, തെങ്ങിൻ്റെ ഓല കത്തിത്തീരാൻ എത്ര സമയം? അതിന് മുമ്പ് ഒരു സാറ്റ്, ഒരു നാഴിക കഴിഞ്ഞു എന്ന് തോന്നുന്ന ഒരു കാലം വരും. ആ കാലത്തിലാണ് നമ്മളുള്ളത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മിൽ നിന്ന് സെക്കൻഡുകൾ, മിനിറ്റുകൾ കഴിഞ്ഞുപോയി. നാം ഈ വിഷയം നിങ്ങളോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ സെക്കൻഡുകൾ കഴിഞ്ഞുപോയി. ക്ലോക്ക് അത് സൂചിപ്പിക്കുന്നുണ്ട്. മണിക്കൂറിന്റെ സൂചി കറങ്ങുന്നത് നമുക്ക് അനുഭവപ്പെടുന്നില്ല, അത് കറങ്ങുന്നുണ്ട്. മിനിറ്റിന്റെ സൂചിയും അത് കറങ്ങുന്നുണ്ടെങ്കിലും അനുഭവപ്പെടുന്നില്ല.
അനുഭവപ്പെടുന്ന സൂചി സെക്കൻഡിൻ്റെതാണ്. ടിക് ടിക് ടിക്. ആ ടിക് ശബ്ദം ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് വെട്ടിക്കൊണ്ടിരിക്കുക. സത്യതല്ലേ? ടിക് എന്ന് ഒരു സെക്കൻഡിന്റെ ഒരു സെക്കൻഡ് സൂചി കറങ്ങുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് കുറഞ്ഞു. അങ്ങനെ സെക്കൻഡ് കുറഞ്ഞു. ഈ പ്രശ്നം എല്ലാവരും പറയുമ്പോൾ ലഭിച്ച സെക്കൻഡ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് വിശ്വാസി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ലഭിച്ചത് പോയതിൽ ഇനി ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞു പോയ നമ്മുടെ ആയുസ്, വയസ്സ് പല തരത്തിൽ കഴിഞ്ഞുപോയി. 75 കഴിഞ്ഞവര് കഴിഞ്ഞു പോയത് ഇനി വരില്ല. 70 കഴിഞ്ഞവര് 65, 60 അങ്ങനെ. ആ കഴിഞ്ഞു പോയ സമയം തിരിച്ചു കിട്ടില്ല. ചില ആൾക്കാർ പറയുമല്ലോ, പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കാം. പോയ സമയത്തെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ, വിശ്വാസിയായ മനുഷ്യൻ, റബ്ബ് എനിക്ക് അനുവദിച്ചു തന്ന സമയം കൊണ്ട് എങ്ങനെ പരലോക രക്ഷയ്ക്ക് വേണ്ടി എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും, പോയ സമയത്തെ കുറിച്ച് നിരാശപ്പെടാതെ, കഴിഞ്ഞുപോയ നാടുകളെ കുറിച്ച് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ, ഇനി എത്രയുണ്ട് എന്ന് എനിക്കറിയില്ല. നമ്മൾ നല്ല സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ കൂടെ പള്ളിയിൽ ജുമാക്ക് വന്ന മനുഷ്യനാണ്, ഇപ്പോ കബറിന്റെ അകത്താണ്. കഴിഞ്ഞ ഒരു കല്യാണത്തിൽ ഞങ്ങൾ അടുത്തടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ്, ഇപ്പോൾ പള്ളിക്കാട്ടിലാണ് എന്ന് മറ്റുള്ളവരെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേ നമ്മെക്കുറിച്ച് ആരെങ്കിലും അടുത്ത് പറയുമോ എന്ന് നമുക്കറിയില്ല, നമ്മുടെ ചിന്തയിൽ വരുന്നുമില്ല. സൂറത്ത് മുനാഫിക്കിന്റെ അവസാന ഭാഗമായി അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ടാണ്, ഇഷ്ടത്തിലാണ്, അല്ലാഹുവിന് പ്രിയപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ. ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല, അല്ലാഹുവിന് പ്രിയപ്പെട്ട വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ലാ തുൽഹിക്കും, നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ, അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് ജോലി തരാതിരിക്കട്ടെ, അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ മറവീഴ്ത്താതിരിക്കട്ടെ നിങ്ങൾക്ക്. അങ്ങനെ സംഭവിച്ചാൽ അല്ലാഹു തന്നെ അന്ന് സമ്പത്ത്, അല്ലാഹു തന്നെ തന്ന സന്താനങ്ങൾ, അതിന് ശുക്റും ദിക്റുമാണ് വേണ്ടത്. എന്റെ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് മക്കൾ ഉണ്ടായത്, എന്റെ റബ്ബിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് സമ്പത്തുണ്ടായത്. ആ ദിക്റും ശുക്റും പുലർത്തിക്കൊണ്ട് ജീവിക്കേണ്ട വിശ്വാസി ഈ മക്കളുടെ പേരിൽ, ആ സമ്പത്തിന്റെ പേരിൽ അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് മറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത് നിങ്ങൾ. കാരണം പറയേണ്ടവ, അങ്ങനെ സംഭവിച്ചാൽ അവൻ വലിയ നഷ്ടക്കാരായി തീരും. എന്നിട്ട് അല്ലാഹു പറയണം, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്രി അൻ യഅ്തിയ അഹദകുൽ മൗത്ത്. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് തന്നെയാണ് ഈ പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മിൻ ഖബ്രി അൻ യഅ്തിയ അഹദകുൽ മൗത്ത്, നിങ്ങളിൽ ഓരോരുത്തർക്കും, നമ്മ ആദ്യം പറഞ്ഞ വിഷയം അല്ലാഹു പറയും, നിങ്ങൾ ഓരോരുത്തർക്കും മരണം നിങ്ങളെ സമീപിക്കുന്നതിന് മുമ്പ് നാം നൽകിയത് ചെലവാക്കാം. അവിടെ അല്ലാഹു ഒരു ഇളവ് കാണിച്ചിട്ടുണ്ട് അടിയാന്മാരോട്. ഭക്ഷിക്കൊന്നും വേണ്ട, ഇല്ലെങ്കിലേ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക.
ഇല്ലാത്ത ചെലവഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇല്ലാത്തവര് ചെലവഴിക്കാൻ പറ്റാനെ പറ്റി നിരാശപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക മരണം സമീപിക്കുന്നതിന് മുമ്പ്. കാരണം നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്ന സമയത്ത് അവൻ പറയും, ഒരല്പസമയം ചിന്തിക്കുകയാണെങ്കിൽ റബ്ബേ ഞാൻ ദാനധർമ്മം ചെയ്യാം റബ്ബേ, നല്ലവനായി ജീവിക്കാം റബ്ബേ. കിട്ടിയതോ 70 കൊല്ലം തന്നതോ, 70 കൊല്ലം തന്നതോ കഴിഞ്ഞുപോയി, അറിഞ്ഞില്ല, പോയിക്കൊണ്ടേയിരുന്നു. അതിർത്തി എത്തിയപ്പോ പറയണം, ഇരുത്തിരി 1 മണിക്കൂർ തരികയാണെങ്കിൽ, 1 ദിവസം കൂടെ തരികയാണെങ്കിൽ എൻ്റെ സ്വത്തൊക്കെ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ കാത്തു വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങോട്ട് ധർമ്മം ചെയ്യാം, നല്ല സ്വാലിഹായിട്ട് ജീവിച്ചു കൊള്ളാം റബ്ബേ എന്ന് പറയും. എന്നതിനാൽ അങ്ങനെ നിങ്ങൾ ആ വരുന്നതിന് മുമ്പ് ചെലവാക്കിക്കോളൂ. അള്ളാഹ് പറയാണ്, ഒരു മനുഷ്യൻ നിശ്ചയിച്ച അവധി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 സെക്കൻഡ് ചിന്തിക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾക്ക് തന്ന ആയുസ്സിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് റബ്ബിന് കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കഴിഞ്ഞുപോയ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണത്. ഇത് കഴിയല്ലേ, എന്താ ചെയ്യാ? കഴിഞ്ഞുപോയി. ഈ ദുനിയാവ് മൊത്തം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന സഹോദരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുമ്പോഴും പോവല്ലേ ആ മണിക്കൂർ. ആ പറഞ്ഞുകൊണ്ടിരുന്ന മണിക്കൂറും തീർന്നു പോവുകയാണ്. അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, വഹാദിഹി ദുനിയാ മുർതഹിലത്തുൻ ദാഹിബത്തുൻ. ഈ ദുനിയാവ്, റസൂലുള്ളാഹി പറയാം, ഈ ദുനിയാവ് യാത്രയിലാണ്. ദാഹിബത്തുൻ, ഏത് യാത്ര? പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. വഹാദിഹിൽ ആഖിറ, എന്നാൽ ആഖിറത്തോ മുർതഹിലത്തുൻ, അതും യാത്രയിലാണ്. ഹാദിമത്ത്, വന്നുകൊണ്ടിരിക്കുകയാണ്, അതും യാത്രയിലാണ്. നമ്മുടെ ദുനിയാവ് യാത്രയിലാണ്, അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആഖിറവും യാത്രയിലാണ്, മുർതഹിലത്താണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ വിഷയങ്ങളിൽ മുഴുകുന്ന നമുക്ക് അതിനെക്കുറിച്ച് ചിന്ത വരുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഈ രണ്ടിനും സന്തതികളുണ്ട്. ഏത് രണ്ടിന്? ദുനിയാവിനും സന്തതികൾ ഉണ്ടാവും, ആഖിറത്തിനും സന്തതികൾ ഉണ്ടാവും. ഇപ്പൊ ദുനിയാവിലാണ്, ഇപ്പൊ ദുനിയാവിലാണ്. അമൽ ചെയ്യാനുള്ള സന്ദർഭമാണ് ദുനിയാവ്. ലാ ഹിസാബ, ഇവിടെ വിചാരണയില്ല. നാളെ നീ, ഇന്ന് ദുനിയാവിലാണ്, നീ അമൽ ചെയ്യാനുള്ള സന്ദർഭമാണ്. നാളെ നീ ആഖിറത്തിലാണ്. ലാ അമല, അവിടെ ഒരു അമലും ചെയ്യാൻ പറ്റുകയില്ല. ആഖിറത്തിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ആവർത്തിച്ചും ഈ മിമ്പറിൽ നിന്ന് കേൾക്കാറുണ്ട്. അൽ ഖയ്യിസ്, ബുദ്ധിയുള്ളവനെന്ന് പറഞ്ഞാൽ നശിക്കുന്ന ലോകത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനല്ല, നശിക്കാത്ത ലോകത്തിന് വേണ്ടി, ആ പരലോകത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിമിഷം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം നീട്ടിക്കിട്ടിയിരിക്കുക. നമുക്ക് നിശ്ചയിക്കപ്പെട്ട, വളരെ ശ്രദ്ധിക്കണം, നമുക്ക് ഒരു ദിവസം കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക.
ഒരു അവിശ്വാസി എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഒരു വിശ്വാസി എങ്ങനെ പ്രയോജനം? ഇത് നമുക്ക് ഇന്നേ നാളെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയില്ല ഏതാ ഒരു ദിവസം, നീട്ടി കിട്ടിയ ദിവസം ഏതാന്ന് നമുക്കറിയില്ല, അതിർത്തി നമുക്കറിയില്ല. ഒരു അവിശ്വാസിക്കാണ് ഒരു ദിവസം കൂടി കിട്ടിയെങ്കിൽ അവന് 3 നേരം കൂടി ഭക്ഷണം കഴിക്കാം. ഒരു ദിവസത്തിൽ പ്രധാന ഭക്ഷണം 3 നേരം അത് കഴിക്കാം. പിന്നെ അവന് ഇഷ്ടമുള്ളത് കേൾക്കാം, ഇഷ്ടമുള്ളത് കാണാം, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം, ഇഷ്ടമുള്ളവർക്ക് കിടന്നുറങ്ങാം, അതിനൊക്കെ പറ്റും. പക്ഷേ ആ വിശ്വാസി വൃദ്ധനാണ്, രോഗിയാണെങ്കിലോ ആ ആളുകൾ തിന്നുന്ന ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രോഗിയാണ്, വൃദ്ധനാണ്, അവശനാണ്. ഒരു സദസ്സിലേക്കും പോകാൻ അവന് കഴിയുന്നില്ല, ഒരു കാഴ്ചയും അവന് കാണാൻ കഴിയുന്നില്ല. പോലീസ് കിട്ടിയിട്ടെന്താ അവന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു വിശ്വാസിക്ക് ഒരു ദിവസം കിട്ടിയാൽ 5 വക്തിലെ ഫർദ് നമസ്കാരം അവന് കിട്ടി. നോക്കിയേ, ഒരു ദിവസം ഒരു വിശ്വാസിക്ക് കിട്ടിയാലേ 5 നേരത്തെ ഫർദ് നമസ്കാരം കിട്ടിയവന്, രോഗിയായാലും വൃദ്ധനായാലും ചെറുപ്പക്കാരനായിരുന്നാലും ആണായാലും പെണ്ണായാലും 5 നേരത്തെ നമസ്കാരം കിട്ടി. അതിനിടയിൽ അവന് എന്തെല്ലാം പുണ്യം, 24 മണിക്കൂർ കൊണ്ട് എന്തെല്ലാം പുണ്യം അവന് ചെയ്തു തീർക്കാൻ പറ്റും. ധർമ്മം ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതി നേടാം, അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് പ്രീതി നേടാം. ഒന്നുമില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നടത്താം. റബ്ബേ, എനിക്ക് നീ തന്ന ആയുസ്സിൽ ഞാൻ അനേകം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ആ പാപങ്ങൾ എന്നോട് പൊറുക്കണേ റബ്ബേ, എന്റെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ. രോഗിയാണെങ്കിലോ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് കിടപ്പാണ്, വൃദ്ധനാണ്. ആ കിടന്ന കിടപ്പിൽ അവന് നമസ്കരിക്കാം. ഈ ദിക്റുകളൊക്കെ ഇമോമിന് ചെയ്തുകൊണ്ടിരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഇസ്തിഗ്ഫാർ, എന്റെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറ്റാത്ത മനുഷ്യരാരാ? ഇങ്ങനെ വർത്താനത് നമുക്കിപ്പോഴേ ഇതിന്റെ മനസ്സിലായിട്ടില്ല. അസ്തഗ്ഫിറുല്ലാഹ് മൻ ലസിമൽ ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി പറയാണ്, ആരെങ്കിലും പാപമോചന പ്രാർത്ഥന, അതിന്റെ മിനിമണി അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്നൊക്കെ ഉള്ളത്. പല രൂപമുണ്ടല്ലോ ഇസ്തിഗ്ഫാർ. മിനിമം അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ നിന്നോട് ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു. പതിവാക്കിയ എല്ലാ ക്ലേശത്തിൽ നിന്നും അല്ലാഹു അവന് തുറവി കൊടുക്കുന്നു. ചോദിക്കുന്നത് എന്റെ പാപം പൊറുക്കണേന്നാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കും. അവൻ അറിയാത്ത വണ്ണം റിസ്ക് നൽകുകയും ചെയ്യുന്നു. റിസ്ക് തരുന്നല്ല പ്രാർത്ഥിച്ചത്, അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. ഇപ്പോഴോ പകരം കിട്ടുന്നതോ? പകരം കിട്ടുന്നത് എന്താണ്? ആ പട്ടിണിയുടെ ക്ലേശം, രോഗത്തിന്റെ ക്ലേശം, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവിന് തുറവി കൊടുക്കുക മാത്രമല്ല, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹുവിന് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും റിസ്ക് നൽകുകയും ദുനിയാവിലും ആഖിറത്തിലും സമാധാനം നൽകുകയും സന്തോഷത്തോടെ സമാധാനത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് സമയമുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം.
അങ്ങനെ ഒരു എന്ത് ചെയ്യും, സമയം കുറച്ചു കൂലി കിട്ടണേ, കൂടുതൽ കൂലി കിട്ടുന്നു. അല്ല ബുദ്ധി, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കാനല്ല മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതി. അങ്ങനെ വരുമ്പോൾ പരലോകത്തേക്ക് പരിശ്രമിക്കാനുള്ള ദുനിയാവിലെ സമയം കുറവാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ കൂടുതൽ കൂലി, അങ്ങനെ കൂടുതൽ കൂലി കിട്ടുന്ന വല്ല കാര്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞത് സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആഖറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നാമാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. നിങ്ങൾക്കിവിടെ ജീവിതം തന്നത് അല്ലാഹുവാണ്, ഇനി നിങ്ങളെ മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. വനക്തുബു മാ ഖദ്ദമൂ, അവൻ ഈ ദുനിയാവിൽ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നാം രേഖപ്പെടുത്തി വെക്കും. അല്ലാഹ് വആസാറഹും, അതാണ് പിടികിട്ടാത്തത്, നമുക്ക് പിടികിട്ടാത്തത്. ഇവിടെ ഒരു കാര്യം ചെയ്യാൻ ഇന്ന കാര്യം ചെയ്തു, ഒരു ദിവസം പണിയെടുത്തു കണക്കാക്കും നമ്മൾ. ഒരാഴ്ച എൻ്റെ കടയിൽ ഇവൻ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കണക്കാക്കി. അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ ഒരാൾ ഒരു ദിവസം പണിയെടുത്തു, അതിൻ്റെ കൂലി കണക്കാക്കി. പക്ഷെ ഇത് പണിയെടുത്തതും എഴുതും, ആഹാരവും ആ പ്രവൃത്തി കൊണ്ടുണ്ടായ പ്രതിഫലനങ്ങളും നാം രേഖപ്പെടുത്തി വെക്കും. വകുല്ല ശൈഇൻ ഫീ കിതാബിൻ മുബീൻ അഹ്സൈനാഹു ഫീ കിതാബിൻ, എല്ലാം വ്യക്തമായ രേഖയിൽ കണക്കാക്കി, കൂട്ടേണ്ടത് കൂട്ടി, കുറയ്ക്കേണ്ടത് കുറച്ച്, പെരുക്കേണ്ടത് പെരുക്കി ഒക്കെ റെഡിയാക്കി വെക്കുന്നു. അല്ലാഹ് നമുക്ക് പറ്റാത്തത് കണക്കണം, ദുനിയാവിൽ ഒരാൾക്കും പറ്റാത്തതാണ്. എന്തി പറയുന്നില്ല, ഒരു സൽക്കർമ്മം, അപ്പൊ നമുക്ക് മനസ്സിലായി ആ സൽക്കർമ്മം ചെയ്തു അല്ല, ഇതിന് കൂലിയില്ല. അതിൻ്റെ ആ കർമ്മം കൊണ്ട് പിന്നീട് എന്തൊക്കെ ഗുണങ്ങളുണ്ടായോ, എവിടം വരെ? ഖിയാമത്ത് നാൾ വരെയാണത്, ഖിയാമത്ത് നാൾ വരെയാണത്, പറയാൻ പറ്റൂല. ആ ഗുണം എല്ലാം ഇവന്റെ പേരിൽ കൂടി അവ രേഖപ്പെടുത്തും. നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇതേപോലെ ഒരു തിന്മയാണ് അവൻ ചെയ്തത് എങ്കിൽ തിന്മ ഒക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ആ തിന്മ കാരണമായി പിന്നീടുണ്ടായ തിന്മകൾ, അവന്റെ ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാൻ പ്രചോദനമായെങ്കിൽ, മാതൃകയായി തീർന്നെങ്കിൽ, ശരിയായി തീർന്നെങ്കിൽ എവിടെ നിൽക്കുക? അതിർത്തില്ല. ഖിയാമത്ത് നാൾ വരെ ആ ഓഹരി അവന്റെ പേരിലും രേഖപ്പെടുത്തും. ഇത് രേഖപ്പെടുത്താനും ഇത് കണക്കാക്കാനുമുള്ള മീസാൻ നമ്മുടെ കയ്യിലില്ല, അളവ് പാത്രങ്ങളില്ല. ആ അളവ് പാത്രമുള്ള റബ്ബ് അവൻ ചെയ്ത പ്രവൃത്തിയും രേഖപ്പെടുത്തും. അതുകൊണ്ടുണ്ടാകാവുന്ന എന്തെല്ലാമുണ്ടോ അതൊക്കെയും. ഒരു പൂത്തിരിയല്ലേ കത്തിച്ചത്, നിസ്സാരല്ലേ? പൂത്തിരിങ്ങനെ കത്തിച്ച് കറക്കി എറിഞ്ഞപ്പോ ഓലപ്പരമ വീണ് പെര കത്തി, പെരയിലുണ്ടായിരുന്നവര് ആ വസ്തുക്കളൊക്കെ കത്തിപ്പോയി. പ്രവൃത്തി എന്തായിരുന്നു? ചെറുതായിരുന്നു. ഒരു പൂത്തിരി ഇങ്ങനെ കത്തി, ഒരു കമ്പിത്തിരി കത്തിച്ചതാണ്. അതുകൊണ്ടുണ്ടാവുന്നില്ല. ഒരു കല്ലെടുത്ത് എറിഞ്ഞതാ. അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ നെറ്റി പൊട്ടി, അവര് വന്നു. അത് അവന്റെ ജാതി, അവന്റെ മതം, ഇവന്റെ ജാതി മതം, വർഗീയരാൾക്ക് അതുപോലെ. പ്രവൃത്തി എന്തായിരുന്നു? ചെറുത്. അതുകൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യുകയും അത് കൂടുതൽ പരലോകത്തേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു പുണ്യമാക്കി മാറ്റിയാൽ, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയമുള്ളൂ, ഉള്ള സമയം കൊണ്ട് കൂലി കൂടുതൽ കിട്ടുന്നത്. അതിലേതാ ഏറ്റവും പ്രധാനപ്പെട്ടത്? ശിർക്കിലുള്ള ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ ഏകത്വം തൗഹീദ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് ഹിദായത്തിലേക്കുള്ള ഒരു വഴി തുറക്കാൻ അത് കാരണമായാൽ ആ വ്യക്തിയിൽ അത് ഒതുങ്ങിക്കൊള്ളണമെന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ, പിന്നെ തുടർച്ച, ഇവന്റെ പേരില കൂലി. നീ കാരണമായി ഒരാൾ ഹിദായത്തിലേക്ക് വരാൻ നീ നിമിത്തമായാൽ
ഈ ദുനിയാവും അതിലുള്ളത് കിട്ടുന്നതിനേക്കാൾ ഹൈറ് അതായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നിർബന്ധ ഇബാദത്തുകൾക്കപ്പുറം നാം പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന കൂലി ഒരു മനുഷ്യൻ. അപ്പൊ ചിലർ അല്ലെങ്കിൽ വിദേഹത്തിൽ മുഴുകിയ ഒരു മനുഷ്യനെ ആ വിദേഹത്തിൽ നിന്ന് ഒന്നും പിന്തിരിപ്പിച്ച് റസൂലുള്ളാഹിയുടെ സുന്നത്തിലേക്ക്. ഈ അധികം ആൾക്കാർക്ക് പറയാനുള്ള പരാതി മൗലവി ഉമറിൽ നിന്ന് പറയുന്ന പോലെ അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിവില്ല. അധികം ആൾക്കാർ പറയാറുണ്ട് അവർക്ക് മറ്റൊന്ന് ചെയ്യാമല്ലോ. ഈ ഉത്ബോധനം കേൾക്കുന്നതിലേക്ക് അവരെ കൊണ്ടുവരാനോ പ്രേരണ ചെയ്യാമല്ലോ. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വിശദീകരിക്കാൻ അറിവൊക്കെ ഉണ്ടായാൽ പോലും അത് വിശദീകരിക്കാൻ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ തൗഹീദും പ്രവാചക സുന്നത്തും വിശദീകരിക്കപ്പെടുന്ന സദസ്സിലേക്ക്, അല്ലാഹുവിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്ന സദസ്സിലേക്ക്, ഉത്ബോധനം നടത്തുന്ന സദസ്സിലേക്ക് എനിക്ക് ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവരാൻ കഴിയും. എനിക്ക് അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അയാൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് അത് പറയപ്പെടുന്ന സദസ്സിൽ ഒരു ലഘുലേഖ, പ്രിയപ്പെട്ടവരെ, ഒരു ലഘുലേഖ വഴിയായി എന്തെല്ലാം സംഭവം ഉണ്ടാവുമെന്ന് നിങ്ങൾ ധരിച്ചത്? ഒരു മനുഷ്യൻ മുസ്ലിമായ കഥാദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മക്കൾക്ക് കടയിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് വാങ്ങിയ വട പൊതിഞ്ഞ കടലാസ് പണി നിർത്തി വൈകിട്ടേ പോരുമ്പേ മക്കൾക്ക് എന്തെങ്കിലും പലഹാരം വാങ്ങിക്കൊടുക്കുന്ന ശീലമുണ്ട്. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന വട വാങ്ങിയ പൊതിഞ്ഞ കടലാസ് അവിടെ ഇട്ടിരുന്നു. ദിവസമൊന്നും വൈപ്പറൊന്നും വരുന്നില്ല. വൈകിയപ്പോ ആ കടലാസ് ഇട്ടൊന്ന് വാങ്ങിച്ചു. അതൊരു ലഘുലേഖയായിരുന്നു. നിച്ചോത്തില്ല വാങ്ങിച്ച് ആ ഓഫീസിൽ പോയി, എറണാകുളത്തെ ആ ഓഫീസിൽ പോയി സംസാരിച്ചു. അദ്ദേഹത്തെ ഹിദായത്തിലേക്ക് എത്തിച്ചു. എന്തൊക്കെ ഉണ്ടായത്? ആരും ചെയ്തല്ല, കടയിലൊക്കെ ഇങ്ങനെ വിതരണം ചെയ്ത് പോയതാ. കടക്കാരനത് ഉപയോഗിച്ച് പൊതിയാൻ. അയാൾ വായിച്ചു നോക്കിയിട്ടില്ല. വട പൊതിയാൻ കുറച്ചൊക്കെ എണ്ണ അതുമുണ്ടായെങ്കിലും വായിക്കാൻ പറ്റി. ആ മനുഷ്യനെ ഹിദായത്തിലെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം നിങ്ങൾ ആലോചിച്ചു. നമ്മുടെ നാട്ടിലല്ല, ഒരു വിദ്യാഭ്യാസമുള്ള ഉയർന്ന തലത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, മക്കളുമുണ്ട്, ഭാര്യയുമുണ്ട്, നല്ല അവസ്ഥയിലൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നുപെട്ടു. ഇത് ഭാര്യയെ ബോധ്യപ്പെടുത്തി. പക്ഷെ ഇത് പഠിക്കാൻ മക്കളെ ഇത് പ്രായമായിട്ടില്ല. ആ മക്കൾ കണ്ടിട്ടുള്ളത് ഏറ്റവും അത്യാവശ്യ സൗകര്യങ്ങൾ ജീവിച്ചു വളർന്ന കുട്ടികളാണ്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ ബോധ്യപ്പെടുത്താനുള്ള പ്രായമായിട്ടുമില്ല. നാളെ ഇനി എൻ്റെ സമൂഹത്തെ എങ്ങനെ നോക്കും എന്ന ചിന്തയിൽ അദ്ദേഹം ഭാര്യയുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുത്തു മരിക്കാൻ, ആത്മഹത്യ. രാത്രി ഭക്ഷണത്തിൽ വിഷം ചേർക്കുക. നമ്മൾ മരിച്ചാൽ കുട്ടികൾ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് കുട്ടികളും കൂടി നമുക്ക് എല്ലാവർക്കും ആ ഭക്ഷണം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചു. നേരിടാനൊരു വഴി കാണില്ല. വന്നുപെട്ട പ്രതിസന്ധിക്ക് ഒരു പരിഹാരം അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നില്ല. സന്ധ്യ കഴിഞ്ഞപ്പോ കുട്ടികൾ വായിച്ചു കൊണ്ടിരിക്കുക. ഭാര്യ അവരെ അടുത്താണ്. ഭക്ഷണമൊക്കെ ഇങ്ങനെ വിഷം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പ് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം നാലാൾക്ക് ഒന്നിച്ച് കഴിക്കാൻ. 2 മക്കളല്ലേ, ഒന്നിച്ച് കഴിക്കാനേ. ഇയാൾക്ക് അപ്പോഴും ഒരാശങ്ക. ഭാര്യയുടെ കാര്യത്തിൽ അയാളുടെ കാര്യത്തിലും ഇല്ല. പക്ഷെ മക്കൾ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മുറിയിൽ ഇങ്ങനെ ലാത്തിക്കൊണ്ടിരിക്കുക മനുഷ്യൻ. അപ്പോൾ ആ മുറിയിൽ റാക്കയിൽ നിരത്തി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്ക് അദ്ദേഹം നോക്കി. അതിലധികവും അദ്ദേഹം കാശ് കൊടുത്തു വാങ്ങിയ ഗ്രന്ഥങ്ങളാണ്. ചിലതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടില്ല.
അദ്ദേഹം അസ്വസ്ഥനായി, മക്കളുടെ കാര്യം ആലോചിച്ചിട്ടാ. ഒന്നും അറിയാത്ത പേര് വൈദ്യങ്ങള് ഞങ്ങൾ മരിക്കുന്നതിനൊപ്പം മരിക്കുകയാണല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ മതിച്ചു. അങ്ങനെ ലാത്തുന്നതിനിടയിൽ ആ റാക്കയിലേക്ക് കണ്ണുവാനപ്പോൾ ഒരു തിളങ്ങുന്ന ചട്ടയുള്ള ബുക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓർത്തു, അത് ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, വാങ്ങി വെച്ചെങ്കിലും ഞാൻ ഇന്നുവരെ തുറന്നിട്ടില്ല, വായിച്ചു. അദ്ദേഹം അതുപോയി എടുത്തു. അതൊരു ഖുർആൻ പരിഭാഷയായി. ഒരു ഖുർആൻ പരിഭാഷയാണ്. എന്തായാലും മരിക്കല്ലേ, ഒരാള് ഗിഫ്റ്റ് വന്നിട്ട് കുറച്ചെങ്കിലും അതിന് വായിച്ചില്ലെങ്കിൽ മോശമല്ല. ഇത് വെറുതെ മറിച്ചു, ഏത് നോക്കിയിട്ടല്ല, വെറുതെ മറിച്ചു. അർത്ഥമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള തർജ്ജമയാണ്. ഖുർആന്റെ വചനമുണ്ട്. ആ മനുഷ്യൻ ഏത് നാട്ടുകാരനാണോ ആ ഭാഷയിലുള്ള തർജ്ജമയാണ്. ആദ്യം കണ്ടത് വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. സൂറത്ത് ഇസ്രാഈൽ 31. അദ്ദേഹം മറിച്ചേന്. വെറുതെ അറബി വായിക്കാന്ന് അറിയില്ല, പക്ഷെ അതിന്റെ നേരക്കുള്ളത് വായിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാഷയിലാണ്. ദാരിദ്ര്യഭയത്താൽ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ മക്കളെ നിങ്ങൾ കൊല്ലരുത്. ഓക്കെ, ദാരിദ്ര്യം കാരണമായി, സാമ്പത്തിക ഞെരുക്കം കാരണമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുഹും, അവർക്ക് റിസ്ക് കൊടുക്കുന്നത് നാമാണെന്ന് പറയാണ്. വയ്യാക്കും, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് നാമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, ആ മക്കളെ കൊല്ലുന്നത് മഹാപാതകമാകുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇടിവെട്ടി. എന്റെ പ്രശ്നം എന്നോട് സംസാരിക്കുന്നു, എന്റെ പ്രശ്നം ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ഈ ബുക്ക്. ഞാൻ ഈ വിഷയത്തിലല്ലേ, അതേ പ്രശ്നം. അത് ഗിഫ്റ്റ് കൊടുത്ത ആള് ഒന്നും ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നന്മ ചെയ്തു. ഖുർആന്റെ പരിഭാഷ പലർക്കും കൊടുത്ത കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് കൊടുത്തു. ആയത്ത്, അതിന്റെ ആശയം അദ്ദേഹത്തെ മതിച്ചു. ഉടനെ ഇവരറിയാതെ അടുക്കളയിലേക്ക് ഓടിപ്പോയി ആ വിഷം കലർത്തിയ ഭക്ഷണം ഒരു കുപ്പയിലേക്ക് കൊട്ടിക്കളഞ്ഞു. എന്നിട്ട് ഭാര്യയെ വിളിച്ചു, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വല്ല ഭക്ഷണം നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി. പിറ്റേ ദിവസം ഇതിലൊരു അഡ്രസ് ഉണ്ടായിരുന്നു, ഇത് വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രത്തിൽ. ഭാര്യയും മക്കളുമായി അങ്ങോട്ട് ചെന്നു. 4 പേരും മുസ്ലിങ്ങളായി. 4 പേരും മുസ്ലിങ്ങളായി. നമ്മൾ നിസ്സാരമായി കരുതുന്ന ഒരു നോട്ടീസ്, ഒരു ലഘുലേഖ, അല്ലെങ്കിൽ അവിചാരിതമായി കേട്ട ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം, അതിൻ്റെ പുണ്യമായ ആ പുണ്യം ഒരു അതിർത്തിയിൽ ഇങ്ങനെ പോയിക്കൊണ്ട് തലമുറയായി ആ പുണ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന സഹോദരങ്ങളെ, നമ്മളിവിടെ വന്ന് കുത്തുക തുടങ്ങിയതിന് ശേഷം അരമണിക്കൂർ 35 മിനിറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു. പോയിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. സാധ്യമായ പുണ്യം മിനിമം ദിക്റെങ്കിലും, മിനിമം ഒരു സുബ്ഹാനല്ലാഹെങ്കിലും, മിനിമം ഒരു അൽഹംദുലില്ലാഹ് എന്ന ഹംദ്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന ഒരു കീർത്തനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ മീസാൻ. നമ്മൾ വിചാരിച്ച് നമ്മൾ പീഡിയം കണ്ട തുലാസല്ല. പീഡിയയിൽ കാണുന്ന പലതരത്തിലുള്ള തുലാസുകളില്ലേ, അതല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 7 ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാന്റെ മീസാനിലെ ഒരു തട്ടിൽ വെച്ചാൽ, ഇനിയും സ്ഥലം ബാക്കിയ ആ തട്ടിലെ അള്ളാഹുവിന്റെ മീസാനിലെ തുലാസിൽ
7 ആകാശങ്ങളും ഭൂമി അതിനുള്ള എല്ലാം കൂടി വെച്ചാൽ ഇനി സ്ഥലമുണ്ടെന്ന്. അതിനേക്കാൾ വിശാലമാണെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പം ജീവിച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഓരോ മിനിറ്റും സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം കഴിഞ്ഞു. പരമാവധി എന്ത് നന്മ ചെയ്യാൻ പറ്റും, പണ്ട് പരലോകത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. അതിനുള്ള നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികളായിട്ടുള്ളവർക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. പലസ്തീൻ മക്കൾക്ക് അല്ലാഹു സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.